வாட்டக்கருவாடு சுட்ட வடை போச்சுடா வட்டம் கிழிஞ்சு போச்சுடா என் கட்டம் அழிஞ்சு போச்சுடா ரொம்ப மட்டம் தட்டியாச்சுடா நான் கருத்து சொல்ல போறேன்டா சொல்ல போறேன்டா ஆணியே புடுங்க வேணாம். ஓகே ബംഗാളിൽ ഒരു വൃത്തികെട്ട പ്രതിമ കൊണ്ട് വച്ചേക്കും മാതിരി ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. നന്നായിരുന്നു, താങ്ക് യു. നല്ല സ്റ്റില്ലും എല്ലാം കലക്കി. അല്ല കലക്കിയെന്ന്, അത് കുളമാക്കി. ഇല്ല കുളമാക്കി. ശരിക്കും ഞാൻ ഇപ്പോഴല്ല ബിജു അണ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വച്ചിരുന്നത്. പ്രത്യേകം നല്ല പഞ്ചോട് കൂടിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്വാഗതമൊക്കെ ചെയ്തിട്ട്. എനിക്കറിയാം സുരാജ് എന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിനൊരു പഞ്ചുണ്ടാവൂല, അതിന്റെ വെറുതെ എന്നെ വിളിക്കുള്ളൂ. അതോ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഡാൻസേഴ്സിനെ വിളിച്ചിട്ട് പൈസ കൊടുത്ത് അവരെ കൊണ്ട് സ്റ്റെപ്പ് പഠിപ്പിച്ച് ഞാനിവിടെ എന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നെ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഡാൻസ് കളിക്കുകയും തന്നെയാ. അതെ, ഈ കൊച്ചിനറിയാം. അതിന് അശ്വതി ഇവിടെ വാക്ക് ആരെങ്കിലും ഇവിടെ മുഖവിലേക്ക് എടുക്കും, ആരും മൈൻഡ് പോലും ചെയ്യും. അല്ലെങ്കിൽ എനിക്കിവിടെ എന്തോ എനിക്കിവിടെ എന്നും അവഗണനയാണല്ലോ. ഒരു കാര്യം നോക്കിയേ, ആദ്യം ജനഗണമന എന്ന് പറഞ്ഞു പഠിക്കുക, എന്നിട്ട് കണഗുണന്ന് പറയാം. അവഗണന. അതെ, അവഗണന. ശരി, ഏതെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. ആരെയാ നമുക്ക് സ്വാഗതം ചെയ്യാൻ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട്. അതിനു മുമ്പ് ഒരാൾ ഇതാ സ്പെഷ്യലായിട്ട് തന്നെ ഡാൻസ് കളിച്ച് വന്നു. ഇനി മറ്റൊരാളെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. മലയാളത്തിന്റെ പ്രിയ താരം, മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു താരത്തിനെയാണ് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ഇതാരാണ് ഇത്രയും വലിയ പൊക്കി പറയാനായിട്ട്? ടിനിടോമിനാണ് ഇത്രയും വിളിച്ചത്. ഞാൻ കരുതി വല്ല മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ വരണം. ടിനിനെ വിളിക്കാൻ ഇത്ര ഒന്നും വേണ്ട. ടിനെ വിളിച്ചാ പോരെ? ഞാൻ വിളിക്കട്ടെ? എടാ ടിനിയെ, പെട്ടെന്ന് വാ. പാട്ടൊന്നും വേണ്ട, വാ. അതൊന്നും പറ്റില്ല. ഞാൻ പാട്ട് പാടി ഡാൻസ് കളിച്ചിട്ട് സ്റ്റേജിലേക്ക് വരുള്ളൂ. ഡാൻസ് കളിച്ചോട്ടെ, പ്രശ്നമല്ല. നന്നാവൂലെന്ന് കുഴപ്പമില്ലാന്ന് വന്ന് പോകട്ടെ. ഗതികേടല്ലേ, പ്ലീസ്. ഇതാ ഡാൻസ് കളിച്ചുകൊണ്ട് ടിനി ടോം. സമയം എത്രയെന്നറിയാമോ? ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിനൊക്കെ എന്തായിരിക്കും? ടിനി, ഞാൻ വിചാരിച്ച പോലല്ലട്ടാ, മഹാപദം എന്നിട്ടാ. ആവുന്ന പണിയെടുത്താ പോരെ, വെറുതെ ഡാൻസ് കളിച്ച് ചുമ്മാ. ഇല്ല, നന്നായിട്ട് കളിച്ചു. എനിക്ക് തോന്നണില്ല. അതെ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തായാലും ഗംഭീരമായിട്ട് ടിനി ഡാൻസ് ചെയ്യൂ. അതിനേക്കാളപ്പുറം ടിനിയും ദുൽഖർ സൽമാനും ആലപിച്ച സോങ്ങാണ് ഇപ്പം നമ്മൾ കേട്ടത്. അത് ടിനി തന്നെയായിരുന്നു പാടിയിരിക്കുന്നത്. വളരെ സന്തോഷം. പുകഴ്ത്തിയതൊക്കെ മതി. പക്ഷേ ഇവിടെ ആരാ പറഞ്ഞത് ഞാൻ ഡാൻസ് കളിച്ച് വരണ്ടെന്ന് പറഞ്ഞാൽ? അല്ല, ഡാൻസ് അത് വളരെ മോശമായി പോലെ. നീ മാത്രം ഡാൻസ് കളിച്ച് കയറുക, എനിക്കൊരു എൻട്രി ഡാൻസ് കളിച്ച് കയറിക്കൂടെ? അല്ല ടിനി, വേറെ ഒന്നുമല്ല, ഞാൻ ഡാൻസ് കളിച്ച് നല്ല പഞ്ചായത്തിൽ നിന്ന് നിർത്തിയാക്കണേ. ആൾക്കാരൊക്കെ നല്ല കൈയടിച്ച് എൻജോയ് ചെയ്ത. അതിന്റെ ഇടയിൽ ടിനി എന്തിനാണ് വെറുതെ അറിയാത്ത പരിപാടി കളിക്കുന്നത്? അത് വളരെ മോശമായി പോയി. എല്ലാവരും ശ്രമിച്ചുകൊണ്ടല്ലോ. അല്ല, ഇത് ഞാൻ തന്നെയാണ് ടിനി ഡാൻസ് കളിക്കേണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ബിജുക്കുട്ടന്റെ ഡാൻസ് തന്നെ നമ്മൾ
സഹിച്ച ഒരു പരിധിയായി. ഇനിയിപ്പോ വെറുതെ ടിനിയും കൂടെ വന്നിട്ട് ആടി അതും കൂടെ നമ്മൾ സഹിക്കണ്ടേന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ടിനി അതിഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ വയറ് കുറക്കാൻ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. അത് ശരിയാണ്, വയറാണ് നമ്മുടെ ജീവിത പ്രശ്നം. ചില ആൾക്കാർ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ്, ചിലർ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. പക്ഷേ വയറ് കുറയ്ക്കാൻ ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് നടത്തമാണ്. നടക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടും, ജീവിതം സുഗമമാവും, അതുപോലെ തന്നെ ആരോഗ്യം നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ പോസ്റ്റ്മാൻ നടന്ന് 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 സ്ഥിരം ജീവിയായി പോയനല്ല. അത് ശരിയാണ്, സ്ഥിരം ജീവി അല്ല, ചിരഞ്ജീവി, മരിക്കാത്ത ആളായിട്ട് തന്നെ. എന്തായാലും അർത്ഥമൊക്കെ ഒന്നതിനാണ് അവര് എൻജോയ് ചെയ്ത് കഴിഞ്ഞു, കൈയടിച്ചു കണ്ടാ. ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്ലാറ്റിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അയാള് സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ചേട്ടനാ. അപ്പൊ ഈ പുള്ളി ലിഫ്റ്റിൽ കയറി വന്നിറങ്ങിയതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ 3 ദിവസമായിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നേ ഇല്ല. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫോൺ ചെയ്തിട്ട് താഴത്ത് വാച്ച്മാനെ വിളിച്ച് തെറിയാണ്, ഇവിടെ ലിഫ്റ്റ് ശരിയാക്കടോ, ഇയാൾ നടക്കാൻ പോകണം എന്നിട്ട് ലിഫ്റ്റ് ശരിയാക്കടോ എന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞാണ്. അപ്പൊ ഈ പറയുന്നതിന് പകരം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി ഈ വാച്ച്മാനെ കാണാൻ. വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആരും നടന്നു പോകില്ല. അവർക്ക് ലിഫ്റ്റ് എല്ലാം ക്ലിയർ ആയി, തൊട്ടടുത്ത് വണ്ടി വന്ന് അതിലോട്ട് കയറി ഇരുന്നിട്ട് നേരെ ജിമ്മിന്റെ ആ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. എന്നിട്ട് ശരിക്കും നമ്മളല്ലേ നടക്കുന്നത്. ആ മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മെഷീൻ നമ്മളെ നടത്തുകയാണ് ചെയ്യുന്നത്. മാന്യമായിട്ട് നന്നായിട്ട് നടന്നിരുന്നുവെങ്കിൽ ഒരു അസുഖം വരില്ല, നല്ല ആരോഗ്യവാനായിട്ടിരുന്നെ. അത് പിന്നെ ടിനിയുടെ ഫ്ലാറ്റിലല്ല, മിക്ക ഫ്ലാറ്റിലും നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയി നോക്കൂ, ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്യുവർ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ മരിക്കൂല എന്നൊന്നും പറയരുത്. നമ്മുടെ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, എന്താണ്, എപ്പോഴും മുയല്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല എക്സർസൈസാണ്, ഡെയിലി ഓടും, പിന്നെ ഫ്രൂട്ട്സ് മാത്രം അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുന്നത് വെറും 5 വർഷം മാത്രമേ ആയുസുള്ളൂ. പക്ഷെ ഒരു പണിക്കും പോവാതെ ബിജുക്കുട്ടനെ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ആമയുടെ ആയുസോ വെറും 140 വർഷം, അല്ല 150, 150 വർഷമാണ്. അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ മരിക്കില്ല എന്നൊന്നും പറയണ്ട. അതൊക്കെ ദൈവത്തിന്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് 100 കിലോന്റെ ഒരു ചാക്കരി എടുത്ത് പൊക്കുന്ന ആൾക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവില്ല. അത് വാങ്ങിക്കാൻ കഴിവുള്ള ഒരാൾക്ക് 100 കിലോന്റെ അരി എടുത്ത് അരി പൊക്കാനുള്ള കഴിവുണ്ടാവില്ല. എന്താ ഉദ്ദേശിച്ചത്? കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറ. 100 ചാക്ക് കിലോ അരി എടുത്ത് പൊക്കുന്ന ആളിന് 100 കിലോന്റെ ഒരു ചാക്കരി എടുത്ത് പൊക്കുന്ന ആൾക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവില്ല. അത് വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്ക് അത് പൊക്കാനുള്ള കഴിവുണ്ടാവില്ല. അതാണ് പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ, അല്ലെ? നമ്മുടെ അരിപ്രശ്നം എന്ന് പറയുന്നത് സിനിമ അല്ലെങ്കിൽ മിമിക്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരിക്കും ബിജുക്കുട്ടൻ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തപ്പെട്ടത്? അതൊരു വലിയ കോമഡിയാണെന്ന് കേട്ടിട്ടുണ്ട്, അതെനിക്കറിയണം. ആദ്യമായിട്ട് പുള്ളി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ മിമിക്രിയിൽ 2 ഐറ്റം നമുക്ക് കാണാം. ഇവർ സ്ഥിരമായിട്ട് സ്റ്റേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് ബഹദൂർ അല്ലേ? ഏറ്റവും കൂടുതൽ ടിനി ടോമിന്റെ കൂടെ ഒപ്പം വരുന്നു. അതെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ ബഹദൂർ എന്ന് പറയുമ്പോൾ ബഹദൂർ എന്ന് പറയുമ്പോൾ ബഹദൂർ അല്ല, പക്ഷേ ഇത് കറക്റ്റ് ആവോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാന്നാലും. അല്ല, അത് അവര് തീരുമാനിക്കട്ടെ. കറക്റ്റ് ആവുമെങ്കിൽ നല്ല കൈയടി കൊടുക്കണേ. എന്തായാലും ആദ്യമായിട്ടാണ് ബിജുക്കുട്ടൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഏത്? ബഹദൂർ. കറക്റ്റ് ആവണേ. എന്റെ പൊന്നു സാറന്മാര്, എന്റെ കുഞ്ഞിനെ ഇങ്ങത്താ, എന്റെ മകളി കരഞ്ഞ് ചാവാറായി. മോളെ ഇന്ദു കുഞ്ഞ്, ഈ രാമൻ നായർ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി കഥ പറഞ്ഞു തരാനും പാട്ട് പാടിത്തരാനും വേറെ ആരെങ്കിലും വരും? അങ്ങുന്നോ, ഞാൻ വരട്ടോ? ശരിക്കും നമുക്ക് ബഹദൂർക്കായ പിന്നെ അതുല്യ പ്രതിഭയെ ഓർക്കാൻ പറ്റിയ ഒരു നിമിഷം കൂടിയാണ്. ഗംഭീരമായിട്ട്, സത്യം എനിക്ക് കുറേ ആൾക്കാരൊക്കെ എടുത്തു കേട്ടിട്ടുണ്ട്, പക്ഷെ ബിജു കുട്ടൻ എടുത്തത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇനി വേറെ ഏതാണ് വെറൈറ്റി? ആറന്മുള പൊന്നമ്മ അല്ലേ? ആറന്മുള പൊന്നമ്മ എല്ലാവർക്കും അറിയാലോ, ഇവിടെ ഇരിക്കുന്ന പഴയകാല നടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആക്ടിങ്. ഒന്ന് ചെയ്ത്. ആറന്മുള പൊന്നമ്മ. മോനെ പ്രഭാകര, എത്ര നേരമാടാ ഇരിപ്പ് തുടങ്ങിയിട്ട്? കഴിഞ്ഞു. 1 ഊണ് കഴിച്ച് കിടക്കാൻ നോക്ക്. തറവാടിന്റെ മാനം കാക്കേണ്ടവനാ. എന്റെ കുഞ്ഞങ്ങ് ക്ഷീണി ചവച്ചനായി പോയി. വാ മക്കളെ വാ. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഫീമെയിൽ ആക്ടറെ പൊന്നമ്മേനെ ചെയ്യാറുണ്ടല്ലോ. ആരാണത്? മാവേലിക്കര പൊന്നമ്മ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. നേരെ ഇവര് ഭരണമാണ്. അങ്ങോട്ട് വീട്ടിൽ ചെന്ന്, എടീ ശാരദേ, ആ സാമ്പാർ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ നിന്റെ വളയിലെ കൈയൊന്നും ഊരി പോകത്തില്ലല്ലോ, എല്ലാം തിരിഞ്ഞു പോയി. നിന്റെ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ലല്ലോ. മനുഷ്യ ഒരു ചവിട്ടി വന്നാൽ 4 ആയിട്ട് ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഉടനെ ഇങ്ങനെ, പണിക്കര് സാറേ,
ഓമനിക്ക. ചുരുക്ക് അടിച്ചു വീഴുന്നതാണ്. അങ്ങനെ പഴയത് ഒന്നുകൂടി ഓർക്കാൻ സാധിച്ചു. ഇനി അതുപോലെ തന്നെ ഈ അരിയുടെ കാര്യം നമ്മൾ ജീവിതത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഗായകരുടെ അരി മുട്ടിക്കുന്ന ഒരു പരിപാടി സിനിമാ താരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സിനിമാ താരങ്ങൾ പാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ പേടിത്തൊണ്ടൻ എന്ന് പറയുന്ന സിനിമയിൽ സുരാജ് പാടി അല്ലെ, അതിന്റെ ഒരു 2 വരി ഒന്ന് കേൾക്കാം. അയ്യോ, അത് കേൾക്കണോ? കേൾക്കാം. ഉപദ്രവിക്കരുത്. പറഞ്ഞുകൊണ്ടാണ്. അത് ഈ കണ്ണൂർ സ്ലാങ്ങിലാണ് പാടിയേക്കുന്നത്. പാട്ട് ഞാൻ പറയാം. അങ്ങിട്ട് കിട്ടേട്ട ഇങ്ങള് കണ്ടത്ത് പോകുമ്പം എന്നെയും കൂട്ടേണം, എന്റെ പോരം ചാത്തവും കണ്ടേക്കും. അങ്ങിട്ട് കിട്ടേട്ട ഇങ്ങള് കണ്ടത്ത് പോകുമ്പം എന്നെയും കൂട്ടേണം, എന്റെ പോരം ചാത്തവും കണ്ടേക്കും. ഇതുപോലെ എനിക്ക് ഒരുപാട് ഗായകരിപ്പോ എന്ന് പറയുന്നത് പിന്നണി ഗായകരായി മാറിയിരിക്കുന്നത് സിനിമാ താരങ്ങളാണ്. അപ്പോൾ ഹണീബി എന്ന് പറയുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡുവറ്റ് അല്ല, എന്നാലും കൂടെ ഒരാളും കൂടി പാടിയിട്ടുണ്ട്. പാട്ടറിയാം. അതെ അതെ അതെ, അത് ജോബും ലാലേട്ടനും കൂടിയാണ്. അപ്പൊ ശരിക്കും ജോബിന് പകരം സിദ്ദിഖ് സാറായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. സിദ്ദിഖും ലാലും കൂടി ആയിരിക്കും. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. സിദ്ദിഖും ലാലും കൂടി പാടിയാൽ. മഹഫിൽ കൊഴുകണ പെണ്ണ്, ഷഹനായി കേൾക്കുന്നു പൊന്നെ, തബല പെരുക്കണ കൂടെ ഷാരംഗി പാടുന്നു കണ്ണേ, തലതല പെരുക്കണ സതിര് കെട്ട പാട്ടില് മയങ്ങണ രാവ്, നാളെ വെളുക്കണ നേരം കാറ്റില് കഴവുകൾ നെയ്യണമാരൻ. ഇന്നലകളെ തിരികെ വരുമോ, കനവിനഴകേ തിരികെ വരുമോ, ഒന്നു കാണാൻ കനവ് തരുമോ, കൂടെ വരുവാൻ ചിറക് തരുമോ. അമ്മഹഫില് കൊഴുകണ പെണ്ണ്, ഷഹനായി കേൾക്കുന്നു പൊന്നെ, അതവല പെരുക്കണ കൂടെ സാരംഗി പാടുന്നു കണ്ണേ. സൂപ്പർ സൂപ്പർ. ഉഗ്രനായിട്ടുണ്ട്. ഇനി പിന്നെ ഈ സിനിമയിലേക്ക് എത്തപ്പെട്ട വിശേഷം ഒന്ന് പറഞ്ഞേ. ടിനി ടോമും ബിജുക്കുട്ടനും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ മുമ്പ് മിമിക്രി എല്ലാം കളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവിടെ വെച്ചിട്ടാണ് പെട്ടെന്ന് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെയാണോ വിളിച്ചത് ആദ്യമായിട്ട്? അത് ഞങ്ങളൊരു ചെറിയ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അംഗീകരിച്ചൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോപ്പുലറായി. അപ്പോൾ അതിന്റെ ഒരു പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ, സിനിമ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ കൂടെ ഒരു കക്ഷി ഉണ്ടല്ലോ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ആളെങ്ങനെയാണ് ഈ കൃത്യമായിട്ട് സിനിമയിലൊക്കെ ഉൾപ്പെടുത്തിയാൽ വരുമോ, അഭിനയിക്കുമോ എന്നല്ല ചോദിച്ചത്. കൃത്യമായിട്ട് അത് ഇന്ന് ഇപ്പൊ ഒരു 40 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഈ 40 ദിവസം വേണം ആള്, 2-ാമത്തെ ദിവസം മുങ്ങോ എന്നുള്ളത് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? പുള്ളിയുടെ സ്വഭാവം പ്രശ്നമായിരുന്നോ? അല്ല, അതല്ല, ഈ ആൻഡോ ജോസഫ് ടിനിനെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ആ സ്വഭാവം തന്നെയാണ് എന്റെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മോശ സ്വഭാവമാണ് അതാ. അതല്ല സുരാജ, പൊതുവെ മിമിക്രിക്കാര് 2 ദിവസം കഴിഞ്ഞ ഒരു പ്രോഗ്രാം പറഞ്ഞ് മുങ്ങാറുണ്ട്. എന്റെ സ്വഭാവം അതെല്ലാവരും പൊതുവായിട്ടുള്ള സ്വഭാവം. അപ്പോ ഞാൻ പറഞ്ഞ് ഇത്രയും കഴിവുള്ള ഒരു താരം വേറെ ഇല്ല. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ചാൻസ് കൊടുക്കണമെന്ന് കാല് പിടിച്ചാൻ പറഞ്ഞു. എന്റെ ദൈവമേ, ആദ്യമായിട്ട് അങ്ങനെ ഒരു സുഹൃത്ത്. സാധാരണ ടിനിയെ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുകയാണ്, ആരാധിക്കുകയാണ്. കാരണം ലോകത്ത് ഒരു സ്ഥലത്തും കൂടെ നിൽക്കുന്നവൻ രക്ഷപ്പെടല്ലേ എന്ന് ആഗ്രഹിക്കുന്നത് സിനിമാക്കാർ മാത്രമേ. അങ്ങനെ ഒരു സിനിമയിൽ തന്നെ ഡയലോഗ് ഉണ്ട്. സുജിത്ത് ഒരു കൊറിയൻ പടത്തിൽ കിടിലൊരു ഡയലോഗ് തന്നെ ഉണ്ട്. ജോയ് മാത്യു സാർ പക്ഷെ ഞാനിത് വളരെയധികം ആഗ്രഹിച്ചു. എങ്ങനെ, എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണോ ബിജുക്കുട്ടനോട്? സ്നേഹം കൊണ്ടല്ല സുരാജ്, എന്റെ സുരാജ് ഒന്നും പറയണ്ട. ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം 5000 രൂപ 10000 രൂപ കടം ചോദിച്ചു തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ ഇത് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ഇവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവൻ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചതും അവരെ അപേക്ഷിച്ചതും. അപ്പോ അതിനോടൊക്കെ വേറെ രസമുണ്ടായി. ഇവന് ആദ്യമായിട്ടൊരു കോള് വന്നിടയ്ക്ക് വിളിച്ചതാരെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ മിമിക്രിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്, മോഹൻലാലാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു. ഇത് മലയാളത്തിന്റെ സിംഹം എന്ന് പറയുന്ന ജോഷി സാറെ വിളിച്ചത്. ഡയറക്ടർ ജോഷി സാർ ഇവനെ നേരിട്ട് വിളിച്ചു. ഇവന്റെ സ്വപ്നത്തെ പോലും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ജോഷി സാറാണ്. ഹലോ ഹലോ, ആ ബിജുക്കുട്ടനല്ലേ? അതെ അതെ, ആരാണ്? ഞാൻ ജോഷിയാണ്. ഏത് ജോഷിയാണ്? ജോഷി. പറയടോ, ആരടോ താൻ? ജോഷിനറിയില്ലേ? ഏത് ജോഷിയാ? കലാഭവൻ ജോഷിയാ? കലാഭവൻ ജോഷിയാ? എന്നിട്ട് ഇവ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞെന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇവന്റെ ജീവിതത്തില് 2 ജോഷിമാരെ പരിചയമുള്ളൂ. ഒന്ന് കലാഭവൻ ജോഷി, പിന്നെ ഒരെണ്ണം ഏതാണ്?
നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് പലിശക്കൊക്കെ കടം തന്നെ ഒരു ജോഷി. ഈ രണ്ട് ജോഷി എനിക്ക് പരിചയമുള്ളൂ. കലാഭവൻ ജോഷിയും കടം ജോഷിയും, രണ്ട് ജോഷിയാണ്. ഈ ഡയറക്ടർ ജോഷി സാറൊക്കെ നമ്മളെയൊക്കെ വിളിക്കുമെന്നുള്ളത് നമുക്ക് അറിയാമോ സുരാജ്? തീർച്ചയായും അറിയാമോ? നമുക്ക് പറ്റിപ്പോകും. അപ്പൊ നമ്മ- അതായത് പിന്നെ ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് മമ്മൂക്ക എന്നെ വിളിച്ചു ഇതുപോലെയാണ്. ഹലോ, ആ നീ എവിടെ? സുരാജാണോ? ഞാൻ പറഞ്ഞു അതെ. നമ്മളാരാ? ഞാൻ മമ്മൂട്ടിയാണ്. ആണോ? എന്നാൽ ഞാൻ മോഹൻലാലാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക. ശരിക്കും മമ്മൂക്ക പലരും വിളിച്ച ചാൻസ് വെച്ച് ഒരുപാട് ഫോൺ കോളുകൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ഇതൊരു പ്രശസ്ത പ്രഗത്ഭനായ ഒരു സംവിധായകൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ലോകത്തെ ആദ്യത്തെ മനുഷ്യനായി. നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ചാടി വീഴില്ലേ നമ്മൾ സാറേ എന്ന് പറഞ്ഞിട്ട് ചാടി വീഴില്ലേ? എന്തായാലും ബിജുക്കുട്ടൻ ഈ 10,000 രൂപ എന്തായാലും ഇപ്പൊ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. കാര്യം 10,000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എന്താണ് അവസരം വായിച്ചു കൊടുക്കും. ആ അവസരം നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 10,000 രൂപ കേട്ടോ സുരാജേ. 10,000 രൂപ ഞാൻ തരണം. എനിക്കിപ്പോ മനസ്സിലായി. മനസ്സിലിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയെങ്കിലും വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു സിനിമ കൊടുക്കൂ എന്നൊക്കെ പറയും. അതില്ല, ഞാൻ 10,000 രൂപ തരാം. അതെന്താണത്? ആ ചാൻസ് എനിക്ക് വേണമല്ലോ. പിന്നെ അപ്പോൾ ഇതുപോലെ അങ്ങനെ ബിജുക്കുട്ടൻ അവസാന സിനിമാ താരമായി. ഇനി ഒരു പാട്ടുകാരനാവാൻ ചാൻസ് ഉണ്ട്. ആണോ? ആ നിറഞ്ഞു നിൽക്കും വീട് പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് പാടിയതിന്റെ കഥ ആദ്യം തിനി തന്നെയാണ് എന്നോട് പറയുന്നത്. അതെ അത് നമുക്ക് അവസാനം എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ല, ഇവൻ പോയി കളയും. ഈ എപ്പിസോഡിന്റെ അവസാനം വരെ ഇവിടെ വേണം. അതെ, അത് ലാസ്റ്റ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം ഇവന്റെ പാട്ട്. ഓക്കെ. ഒരുപാട് കഥകളും ഉണ്ടെന്ന് അറിയുന്നു അല്ലെ? സാധാരണ നമ്മൾ ദാസേട്ടന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു പിന്നണി ഗായകന്റെ പിന്നിൽ ഒരുപാട് ദുരിതത്തിന്റെ കഥകളുണ്ടാവും. പക്ഷെ എനിക്ക് ഒരു കഥയുള്ളൂ, ദാസറിന് കുറെ കഥയുണ്ട്. പക്ഷെ ആ കഥ ഒരു 1.5 കഥയാണ്. ഓക്കെ, അപ്പൊ ആ കഥയും പാട്ടും എല്ലാം നമുക്ക് ഒരുമിച്ച് കേട്ട് ആസ്വദിക്കാം കുറച്ച് സമയത്തിന് ശേഷം. അതുവരെ അവിടെ വിശ്രമിക്കും. താങ്ക് യു. അശ്വതിക്കുട്ടി, അച്ചുക്കുട്ടി, എന്നെ ഓർമ്മയുണ്ടോ? മാമനെ ഓർമ്മയുണ്ടോ? അയ്യോ ഓർമ്മ കിട്ടുന്നില്ല. പോയിണ്ടീച്ച ഇവിടുന്ന് ഒരൊറ്റ വീക്ക് ചെയ്യാൻ പറ്റും. ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ, ഈ മുഖം എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോന്ന്? ഈ മുഖം ഇല്ല, ഓർക്കുന്നില്ല. ഓർക്കുന്നില്ലയോ? ഇല്ല. അയ്യോ, ഒരു 4 വർഷം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ആണോ? ഇവിടെ ഒറ്റ വീക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഓർത്ത് നോക്കിയേ, ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഇല്ല, ഞാൻ ചെല്ലപ്പൻ. ഓക്കെ. നാട്ടുകാരെന്നെ ചില നാട്ടുകാരെന്നെ ദല്ലാളെന്ന് വിളിക്കും, ചില നാട്ടുകാരെന്നെ മൂന്നാനെന്ന് വിളിക്കും. ഞാൻ നടത്തുന്ന ചില കല്യാണങ്ങൾ പൊളിഞ്ഞു പോയാൽ നാട്ടുകാരെന്നെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കും. ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോഴേ, 4 വർഷം മുമ്പ് വീട്ടിൽ വന്നപ്പോഴേ, അമ്മ എനിക്ക് ജാതകവും ഒരു ഫോട്ടോയും തന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു ദുബായിലുള്ള ഒരു പയ്യനെ അറേഞ്ച് ചെയ്ത് തരണമെന്ന്. നല്ല ലക്ഷണമൊത്തുള്ള ഒരു ആനയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷണമൊത്തുള്ള ഒരു പയ്യനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാനോ? പിന്നെ എനിക്ക് കല്യാണം കഴിക്കാനാണ്. ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. 3 വർഷമോ? കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. എന്തേ? ആരോട് ചോദിച്ചിട്ട്? നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ഈ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ കല്യാണം നടത്തിയത്? ഹലോ, അമ്മയോട് ചോദിച്ചിട്ട് കല്യാണം നടത്തി. ആരോട് ചോദിക്കണം? എന്തോന്നാ? അതിന്റെ അച്ഛനും അമ്മയോട് ചോദിച്ചിട്ട് കല്യാണം നടത്തി. ഇവർ അച്ഛനും അമ്മയും എന്ത് തോന്നിവാസമായി കാണിച്ചത്? എന്താണ്? ഇവിടെ 3 വർഷം മുമ്പ് എനിക്ക് ഫോട്ടോ തന്നു, ജാതകം തന്നു, എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു. ഈ കല്യാണം നടത്തിയപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു. എന്തൊരു വൃത്തികളായി കാണിച്ചത്. 3 വർഷം മുമ്പല്ലേ അത്? അതെ, 3 വർഷം മുമ്പ് നടന്ന കാര്യം ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കന് ലീവ് കിട്ടി വരണ്ടായോ? ആ ചെറുക്കൻ ഇപ്പഴാ ലീവ് കിട്ടിയത്. അത് എന്റെ പറ്റപ്പാണോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കല്യാണം കഴിച്ചൊരു കൊച്ചായി. കണ്ടോ, കൊച്ചായോ? വല്ല കുടുംബത്തിൽ ചെന്ന് കൊച്ചാകേണ്ട കാര്യം ഉണ്ടായിരുന്നു? കൊച്ചാകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നല്ല കുടുംബത്തിൽ നിന്ന് ചാലോവിന് കൊണ്ട് തന്നേനെ, അത് കിട്ടിയായിരുന്നേ എങ്ങും കൊച്ചാകത്തില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ആ ചെറുക്കന്റെ മുമ്പ് ഞാൻ കൊച്ചാകത്തില്ലയോ? അയ്യോ, ആ കൊച്ചാവലിന്റെ കാര്യമല്ല പറഞ്ഞത്. കല്യാണം കഴിച്ചു എനിക്കൊരു കുട്ടിയുണ്ട്. കുട്ടിയുണ്ടോ? എന്നാ അതിനെ വല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടാക്ക്. കൊച്ചു പിള്ളേരെ വൃദ്ധസാധനത്തിലാണോ കൊടുക്കുന്നത്? അവിടെ ആകുമ്പോ നല്ല പ്രായമുള്ള തള്ളയും തന്നയില്ലേ? ഇവരെ പോലല്ല, അവര് ശരിക്കും നോക്കിക്കോളും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? ഞാൻ ഈ കൊണ്ട് ഒരു ചെറുക്കനെ കൊണ്ടുവന്നു, ഞാൻ അവനെ ഇവിടെ കൊണ്ടുവിടും. മനുഷ്യ, എനിക്കൊരു ഭർത്താവുണ്ട്. ഭർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡൈവേഴ്സ് ചെയ്യാം. ഞാൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു തരാം. ഇയാള് മേടിച്ചോണ്ടേ പോകുള്ളൂ കേട്ടോ. അതെ, ഞാൻ ഈ കൊച്ചിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ ചെറുക്കൻ്റെ ഒരു 10,75,000 രൂപ വാങ്ങിച്ചു. ഇനി ഇപ്പൊ ഞാനത് എവിടെ തന്നെ എടുത്തു കൊടുക്കും? എന്റെ പൈസ ഇല്ല, ഞാനത് എങ്ങനെ കൊടുക്കുമെന്ന് പറ. നിങ്ങൾ ആലോചിച്ചു നോക്കാം. അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. ഞങ്ങളുടെ പ്രശ്നം. ഇതിപ്പോ ഞാൻ എന്നോട് ആലോചിക്കാതെ ചെയ്തിട്ട് ഇപ്പൊ എന്റെ പ്രശ്നമല്ലയോ? ഇപ്പൊ ഞാൻ എന്ത് വേണം? എന്താ ചെയ്യണമെന്നോ? ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 75,000 രൂപ. എന്തിന്? ഈ 75,000 രൂപ കൊടുത്ത ആ ചെറുക്കനെ എനിക്ക് അങ്ങ് പറഞ്ഞു വിടാമല്ലോ. ആ കൊച്ചു വേറെ കല്യാണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഇതിപ്പോ ഒത്താലി കിടന്നുമില്ല, കിഴക്കൊന്നും വന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. നീ ഒരു മനുഷ്യനാണോ? നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. മനസ്സിലായി. ഒരു ഉപകാരം ചെയ്യാവൂ? ഒരു 10 മിനിറ്റത്തേക്ക് ഒരു പെണ്ണ് കാണുന്ന ചടങ്ങായിട്ട് ഒന്ന് അഭിനയിക്കാമോ? എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താ?
ഈ ഭർത്താവ് ഒരു കുട്ടിയുള്ള ഞാൻ വല്ലവനെ പെണ്ണ് കാണാൻ നാണല്ലോ നിങ്ങൾക്ക് പറയാം. ഇതൊന്നും ആരും അറിയത്തില്ല കുഞ്ഞെ. ഇനിയിപ്പോ എനിക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്ത കൊണ്ടാ. എന്റെ പൊന്നുമോനെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ചേച്ചി ചേച്ചി എന്നാ ഞാൻ പറയാം. ഒന്നേ പറയട്ടെ, ഞാൻ പറയാം. അതായത് ഒന്ന് പറഞ്ഞു കൊടുക്കും. പുള്ളിക്കാരൻ അവരുടെ കുറച്ച് പൈസ മേടിച്ചു പോയി. നമ്മളീ പറഞ്ഞതിന്റെ കൂട്ടല്ല, ഈ ബ്രോക്കർ ചേട്ടൻ സാധുവാ. ബാബു, എന്റെ പേര് ചെല്ലപ്പൊന്നില്ലൂടാ. നീ തെറ്റിച്ച് പറഞ്ഞിട്ട് ഞാൻ കള്ളനാന്ന് നീ കൊച്ചു നീ പറയണോ? 75,000 രൂപ കൊടുക്കാനുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. നാ മിണ്ടരുത്. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒപ്പിച്ചോണ്ട് വരുവാ. ഇടയ്ക്ക് ഇടക്കോലിട്ട് കുത്തരും. ഇല്ല മിണ്ടുന്നില്ല. ചെന്നാട്ടെ. അപ്പൊ ഒന്നുമില്ല, ഞാനിവിടെ ഉണ്ട്. ഞാൻ പറയുന്ന വിശ്വാസമാണല്ലോ. ചെറുക്കൻ വരുന്നു, പെണ്ണ് കാണും. മോനെ, ആ ചെറുക്കൻ വരുമ്പോ എന്ത് പറയണം ഞാൻ? 75,000 ഉണ്ടോ കൊടുക്കാൻ? മിണ്ടരുത്. ഇല്ല. ചെറുക്കൻ വരുന്നു, പെണ്ണ് കാണുന്നു. കുറച്ച് കഴിയുമ്പോ നമ്മൾ പറയുന്നത് പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല ചെറുക്കന്. ഞാൻ ആ ചെറുക്കനെ മുഖത്തും കൂടെ നോക്കില്ല. മുഖത്ത് നോക്കണ്ടവന്റെ. ആര് പറഞ്ഞു? പോകുമ്പോഴും പോലെ ചെറുക്കനാ. ആരായാലും ഒന്ന് നോക്കി പോകും. 75 ഉണ്ടോ? ഇല്ലേ. മിണ്ടുന്നില്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. അവര് വരുന്നു, പെണ്ണ് കാണുന്നു, പോകുന്നു. ചേച്ചി അവനെ നോക്കുന്നില്ല, എടുക്കുന്നില്ല. ഓക്കെ, ഒരു 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളാന്ന്. ഇത് നാളെ പുലിവാലാവരുത്. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു പ്രശ്നമില്ല. അങ്ങോട്ട് പോകും. എന്നെ ഒന്ന് സഹായിക്കണം. ഗ്യാരണ്ടിയാ? ഞാൻ ഗ്യാരണ്ടി. അങ്ങോട്ട് പോകും. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കുമ്പോ പറഞ്ഞു. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നന്നായി. ചെറുക്കൻ എവിടെ? ചെറുക്കൻ പുറത്ത് ഇപ്പോണ്ട്. ഇങ്ങോട്ട് വിളിക്കേ. അവൻ അവിടെ നിന്നോട്ടെ. അതെന്താ? അവൻ അവിടെ നിക്കട്ടെന്ന്. അവൻ ഇങ്ങോട്ട് വിളിക്കാത്ത എന്താ? ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ. വീട്ടിലൊന്നും കയറ്റാൻ കൊള്ളാത്തവനാ അത്. അല്ലാതെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴേ അവനൊരു ചെറിയ ചമ്മലും നാണവും ഒക്കെ ഉള്ള കൂട്ടത്തില. എന്താ പേര്? എന്റെ പേര് സുന്ദരൻ. എന്തോന്ന്? സുന്ദരൻ എന്ന് ഇയാളങ്ങ് പറഞ്ഞാൽ മതിയോ? നാട്ടുകാർക്ക് കൂടെ തോന്നണ്ടേ ഈ മുഖം സുന്ദരമാന്ന്? എന്നോട് കളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അതെന്താ? മുഖം കറുത്ത് ഞാൻ സംസാരിക്കും. കൂടുതൽ കളിച്ചാൽ മുഖം കറുത്ത് ഞാൻ സംസാരിക്കുമെന്ന്. ഇനി ഈ മുഖം ഇതിൽ കൂടുതൽ കറുത്ത എന്തായിരിക്കും അവസ്ഥ? എന്തുവാ പണി? ടച്ചപ്പ്. എന്തോന്ന്? ടച്ചപ്പ്. KSCB ടച്ചപ്പ് വിട്ട് നടക്കാല്ലയോ? KSCB ടച്ചിങ് വെട്ടല്ല, പിന്നെ മേക്കപ്പ്. മുഖമൊക്കെ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് വെളുപ്പിച്ച് നല്ല സുന്ദരന്മാരെയും സുന്ദരിമാരെയൊക്കെ സൃഷ്ടിക്കും. അതാണ് മേക്കപ്പ് മാൻ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മേക്കപ്പ് എടുത്ത് നീ ആദ്യം അങ്ങ് ചെയ്യും. ഈ മുഖം വെച്ചോണ്ടാണ് നീ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത്. നീ ആദ്യം ഒന്നും വൃത്തിയാകും, നീ ഒന്നും സുന്ദരനാകും കേട്ടോ. ചെറുക്കനെ വിളി. എന്ത് ചെറുക്കനെ വിളി? ഞാൻ വിളിക്കാം. എടാ പ്ലിങ്കോ, പ്ലിങ്കോ, പ്ലെന്തോയോ? അല്ല, എന്താ അവിടെ അളിഞ്ഞു കെട്ടി ഇങ്ങോട്ട് കയറി വേണം. ഇതാണ് ചെറുക്കൻ പ്ലിങ്കോ. മൂന്നാനേ എന്ത്? മൂന്നാൻ എന്താ പറഞ്ഞു? ചെറുക്കൻ പൂവമ്പഴം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഒരു ഓഞ്ഞ ചെറുക്കനാണല്ലോ. അത് മറ്റൊന്നുമല്ല, പൂവമ്പഴം എന്നുള്ളത് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഞാലിപ്പൂവനാ. കുഴപ്പമില്ല. എന്തോ ഈ പറയുന്ന പുള്ളി? നല്ല സുന്ദരനാന്ന് പറയുന്നു, യോഗ്യനായ ചെറുക്കനാന്ന് പറയാ. അന്നപ്പോഴേ പൊക്കി അടിച്ചായിരുന്നു നമ്മളെ കേട്ട് വെച്ചിട്ടുണ്ട്. ഇതാരായത്? ഇത് പെണ്ണിന്റെ ആങ്ങളെയാണ് കേട്ടോ. അളിയനും പുളിയനൊന്നും അല്ല. ഇങ്ങോട്ട് മാറി നിൽക്കേ. പെണ്ണ് കാണാൻ വന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പ് കയറി അങ്ങ് അളിയാന്ന് വിളിക്കണം. എനിക്കിപ്പോ പെൺകൊച്ചിനെ കാണണം, പെണ്ണിനെ ഓത്ത് പോലെ വളർന്നിട്ട് അവന്റെ അരുത്തി മാറിയിട്ടില്ല. വന്നവന്റെ വീട്ടിൽ വന്ന് കിടന്ന് ഇങ്ങനെ കൊഞ്ചുവോ? വിളിച്ചാട്ടെ. അശ്വ ചേച്ചി, ദേ അവരെത്തി. എന്താ? അയ്യോ, ഇത് എനിക്ക് സംശയമുണ്ട്, ആങ്ങളെയും പെങ്ങളും ആണെന്ന്. സത്യമായിട്ട് ആങ്ങളെയും പെങ്ങളുമാണ്. അല്ല, ഇത് രാപകൽ വ്യത്യാസമുണ്ട് ഇവര് തമ്മില്. അതെന്താ? അതായത് അളിയൻ കറുത്ത് വരിക്കുന്നു, പെങ്ങള് വെളുത്ത് വരിക്കുന്നു. അത് അങ്ങനല്ലല്ലോ വരുന്നത്. അങ്ങനെ വരും. അങ്ങനല്ല വരുന്നത്. അയ്യോ, അത് മറ്റൊന്നുമല്ല. ഇവൻ ചെറുപ്പത്തിയാണ്ട് ഇതുപോലെ വെളുത്തിരുന്നതാ. തൂ വെള്ളയായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മഴ നനഞ്ഞോട്ട് വന്നിട്ട് തല തോർത്താതെ കയറി ഞാൻ കിടന്ന്. നമ്മുടെ ഈ തുണിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിഴിഞ്ഞു വിരിച്ചില്ല, എന്ത് സംഭവിക്കും? കരിമ്പനടിക്കും. അതെ, ഇവിടെ സംഭവിച്ചു. കരിമ്പൻ അടിച്ചതാ. അങ്ങനായിരുന്നു. പിന്നെ എന്റെ പേര് പ്ലെങ്കോ. ദുബായിലായിരുന്നു. എന്തുവാ പേരെന്തുവാ? അശ്വതി. അശ്വതി നക്ഷത്രമേ
അഭിരാമ സൗന്ദര്യമേ അയ്യോ അശ്വതി നക്ഷത്രമേ അഭിരാമ സൗന്ദര്യ ചേട്ടാ നിങ്ങളിവിടെ പതിനയ്ക്ക് വന്നാണോ? നിങ്ങൾ പതിനയ്ക്ക് വന്നാണോ അതോ പെണ്ണ് കാണാൻ വന്നാണോ? പെണ്ണ് കാണാൻ പെണ്ണ് കാണാൻ വന്നാണോ? എന്നാ പെണ്ണ് കാണാം. കണ്ടോ? കണ്ട് കണ്ട് എന്നാ പാപ്പാ അങ്ങനെ പോയാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെ പോണം? ഒരു ചായ പോലും കുടിക്കാൻ ഇവിടെ വന്നിട്ട് എങ്ങനെയാ പോന്നെ? ചായ കുടിക്കാതെ നടക്കോ ഇയാൾ? അതല്ല ഒരു പെണ്ണിനെ എങ്ങനെ നിന്നെ കണ്ടത് മഹാ നന്നായി. എടാ നിന്നെ രാവിലെ പോലെ ഞാൻ ഫോൺ ചെയ്ത് വിളിക്കുമല്ലേ, നീ ഫോൺ എടുക്കാത്തേട്ടാണ്. അത് എന്റെ ഫോൺ വെള്ളത്തിൽ വീണ് കേടായി പോയമ്മാവാ. ഇത് എന്റെ അമ്മാവനാ കേട്ടോ. മാത്രമല്ല പുള്ളിക്കാരൻ പേരുകെട്ട ജോത്സ്യനാ. വേഷം കണ്ടപ്പോ മനസ്സിലായി. അല്ല രാവിലെ വെള്ളത്തിൽ വീണെന്നോ? ഫോൺ വെള്ളത്തിൽ വീണ് കേടായി പോയി, ഓഫായി പോയി. ചാറ്റ് ചെയ്യാനും ഗീറ്റ് ചെയ്യാനും ഫോൺ ഉപയോഗിക്കുള്ളൂ, വെള്ളത്തിൽ വീണ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇവിടുത്തെ കുഴപ്പം. പക്ഷെ ഇപ്പൊ ഇൻകമിങ്ങും ഇല്ല അങ്കമിങ്ങും ഇല്ല. അതാണ് ഇപ്പൊ. എടാ ഈ വെള്ളത്തിൽ വീട് കഴിഞ്ഞാൽ ഈ ഫോൺ വെള്ളം ഇത് കുറെ വെള്ളം ഉണ്ടല്ലോ, ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടല്ലോ. വെള്ളത്തിൽ വീട് കഴിഞ്ഞാൽ ഫോൺ ചെയ്യേണ്ട ഏറ്റവും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ചാർജ് ചെയ്യണ തുളയില്ലേ, തുളയിലേക്ക് വാ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം തുപ്പണം. വേണേ കുറച്ച് കുടിക്കാം, ഇരുമ്പ് സത്തുണ്ട് നല്ലതാ. ചിലപ്പോൾ ദൈവം ശരിയായ മതി. ശരിയായി മത്സ്യം കുടിച്ച് താലം കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതെങ്ങനെ വെള്ളത്തിൽ വീണത്? ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ വെള്ളം എടുക്കാനായിട്ട് കൈ കഴുകാനായിട്ട് വെള്ളം എടുക്കാൻ ബാത്റൂമിലോട്ടൊന്ന് കയറിയതാ. വെള്ളം എടുക്കാൻ അങ്ങോട്ട് കുനിയുകയും പോക്കറ്റിൽ നിന്ന് ഇത് ചാടിപ്പോയി ക്ലോസറ്റിലോട്ട്. പിന്നെ ഞാനത് കയ്യറയൊക്കെ ഇട്ടിട്ടാണ് എടുത്തത്. ഇപ്പൊ എന്തായാലും ശരിയായല്ലോ. തന്നെ അവിടെ ഭയങ്കര നാട്ടുകാർ മൊത്തം കയറി. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു ഗ്ലാസ് ചായ പോലും ഇല്ലാതെ വെറും കൈയോടെ ഈ കൊച്ചു വന്നേക്കുന്നത്. ചായ ചോദിക്കുക ഒരു ചായ തരണ്ടായ. ചായ പ്രൊഡക്ഷനിലെങ്കിലും പറയാം. പ്രൊഡക്ഷന് ചോദിച്ചാൽ ചായ കിട്ടുമെന്ന്. അയ്യോ ഭയങ്കര സെറ്റപ്പാ ഇത് കേട്ടോ അമ്മാവ. ചായ പോലും പ്രൊഫഷൻകാരെ കൊണ്ട് കൊടുക്കുന്ന ഫാമിലിയാ. എന്തായാലും പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതുകൊണ്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണം. വാ പുറത്തേക്ക് ഇറങ്ങ. അല്ല അശ്വതിയും പോരും. അവന് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്തിനു? എനിക്കറിയില്ല. ആർക്ക്? அவனே டே மச்சான், என்னடா பொண்ணு அவ? அவளை மாதிரி நான் பார்த்ததே இல்லைடா. எனக்கு നിനക്കെന്തോടാ തലയ്ക്ക് വല്ല ഓളം വല്ല ഉണ്ട്? ഒറ്റയ്ക്കിനും സംസാരിക്കാൻ നിനക്കെന്തോടാ ഭ്രാന്താണ്? ഇവനേതാടാ ഇവന്? എല്ലാരും പോയി. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഈ പെൺകൊച്ചുമായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അയ്യോ അവൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അവന് അശ്വതിയായിട്ടൊന്ന് തനിച്ച് സംസാരിക്കണം. ഞാൻ കരുതി ഭ്രാന്താ നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ നിനക്ക് വല്ല വട്ടണോ ഞാൻ ആലോചിച്ചു. എനിക്ക് അവനോട് സംസാരിക്കാനുണ്ട്. അല്ല സംസാരിക്കണ്ട. അതെ ആ കൊച്ചിന് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അതെ എനിക്കറിയാം പെണ്ണെന്താ സംസാരിക്കാത്തതെന്ന്. എന്താ സംസാരിക്കാത്ത? പെണ്ണിന് ഭയങ്കര നാണമാ. പെണ്ണിന് നാണമുണ്ട്, നിനക്കല്ലയോ നാണവും മാനവും ഇല്ലാത്തത്. കേട്ടോ കുട്ടി, ഇന്നലെ രാത്രി എനിക്കൊരു വെളിവുകേടുണ്ടായി. വെളിപാടുണ്ടായി. കുട്ടിക്കൊരു മഹാഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നു. കുട്ടിയെ കെട്ടാനായിട്ട് കടൽ ചാടിക്കിടന്ന് ഒരാൾ ഇവിടെ എത്തിയിരിക്കുന്നു. കടൽ ചാടിക്കിടന്നാണെങ്കിൽ സംശയിക്കണ്ട, അത് ഹനുമാനായിരിക്കും. ഈ കക്ഷത്തെത്താടോ പരന്നിരിക്കുന്നത്? അത് എന്റെ പ്രശ്നപ്പലക. എന്തോന്ന് പ്രശ്നപ്പലക? ഇത്രയും പ്രശ്നമുള്ള പലയാണെങ്കിൽ എന്തിനാ തൂക്കിയെടുത്തോണ്ട് നടക്കുന്നത്? വല്ലയിടത്തും കൊണ്ട് കളഞ്ഞാ പോരാ? അങ്ങനെ കളയാൻ പറ്റിയല്ല. പിന്നെ ഇതിലാണ് ഞാൻ മറ്റേ കബഡി നിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഓ അങ്ങനെ. അതെ ആട്ടെ, കുട്ടിയുടെ നാളെന്തുവാ? ഭരണി. ഭരണി. നിന്റെ നാളെന്നടാ? അത്തം. അതങ്ങനെ ശരിയാവും? അതെന്താ? ഭരണിക്കകത്ത് എങ്ങനെ അത്തം ഇടും? അച്ചാറല്ലേ ഇടാൻ പറ്റുള്ളൂ. അത് ശരിയാണല്ലോ. അപ്പൊ ഈ കല്യാണം നടക്കത്തില്ല. പോവാം. കല്യാണം നടക്കത്തില്ല. പോവാം. കല്യാണം നടക്കും. നിങ്ങളുടെ മറ്റേ കരം തീർന്ന രസീതും എടുത്ത രണ്ടുപേര്. കരം തീർന്ന രസീത്? അല്ല ജാതകം. ജാതകമുണ്ട്. രണ്ടുപേരുടെ ജാതകം. ജാതകം നോക്കിയില്ലല്ലോ. രണ്ടുപേരുടെ ജാതകം നോക്കിയില്ല പിന്നെ എങ്ങനെയാ പരിപാടി നടക്കണേ? എന്താ ശരിയാവത്തില്ല. അതെന്താ? ഇതിന് പൊരുത്തമില്ല. പൊരുത്തമില്ലേ? ജാതകം പൊരുത്തമില്ല. ഞാൻ ചേർത്തില്ല. അപ്പൊ ശരി, ജാതകം ചേർത്തില്ല. എടാ ഇത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമല്ല, പിന്നെ അങ്ങനെ ചേരും. അത്ര ഉള്ളായിരുന്ന പ്രശ്നം. എന്നാ അത് ഞാൻ അതിപ്പം ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. നോക്കിക്കേ, ഒത്തു നോക്കിക്കേ. കല്യാണം നടക്കും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം?
ഇന്ന് ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു 20 വർഷം കഴിഞ്ഞ കല്യാണം നടക്കൂ. ഓ രക്ഷപ്പെട്ടു. അല്ല വേറെ വല്ല രക്ഷയുണ്ടോന്ന് ചോദിക്കാം. അമ്മാവന്റെ അടുത്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ, അമ്മാവൻ ഈ കല്യാണം നടത്താൻ വന്നയാണോ അതോ പൊളിക്കാൻ വന്നയാണോ? എടാ നീ ഇത് കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നരകത്യ വരെ ഉണ്ടാവുന്നു. അരകത്തി ആ അത് ശാസ്ത്രം പറയുന്നതാ. ഒരു പരിഹാരം കാണാൻ ഇതിന്റെ. ആ ഒരു ഫോൺ വിളിയുണ്ട്. ഫോൺ വിളി? അല്ല ഫോൺ വഴിയുണ്ട്. എന്താന്ന് ഞാൻ ഒന്ന് ഇത് വെച്ച് നോക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇത് കുറെ നാളായി ഇത് തുറന്നിട്ട്, ഇതിനകത്ത് വല്ല പാമ്പോട്ടവും ദൈവത്തെ. ഇവിടത്തെ കിഴക്കെവിടെയാ? സൂര്യൻ ഉദിക്കുന്നത് എവിടോ അവിടെ കിഴക്കാം. കിഴക്കല്ല ചിരക്ക. എടാ ഇവിടുത്തെ കിഴക്കെവിടെയാന്ന് ചോദിച്ചേ. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? കിഴക്കൊന്നും അറിയാതെ ഇങ്ങനെ വന്നേക്കുവാണോ? കിഴക്കൊക്കെ എനിക്കറിയാം, പക്ഷെ ഈ പ്രദേശത്തുള്ള കിഴക്കെവിടെയാന്ന് എനിക്കറിയത്തില്ലല്ലോ. പറച്ചിൽ കേട്ടാ തോന്നുന്നു ഇയാൾ ഇറ്റലിയിൽ നിന്ന് വന്നാന്ന്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സർവവിഘ്നോപശാന്തിയ. ഇതെന്നാ കപ്പലിന്റെ തൊലി കളയുവാണോ? അല്ല കവടി നിർത്തിയതാ. നിരത്തുന്നതൊക്കെ കൊള്ളാം, പോകുമ്പോ അത് വാരിക്കൊണ്ട് പൊക്കോണം കേട്ടല്ലോ. ആ ഇവിടെ ഒറ്റ ഒരെണ്ണം ഇട്ടേക്കരുത്. കുറച്ച് ഇങ്ങോട്ട് വെക്കാം. പ്രശ്നമായല്ലോ. എന്തോ ഈ കവടി ഒന്നും പറയുന്നില്ല. നീ അവിടെയൊന്നും പറയുന്നില്ല. ആ ജീവനില്ലാത്ത സാധനം എങ്ങനെ പറയും? എന്തായാലും പറയാൻ താമസം പാത്രന്ന് പറയടോ. ഞാനെങ്ങനെ പറയും? അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് കല്യാണം നടന്നില്ലാലും കുഴപ്പമില്ല. നീ ഒരു മോതിരം ഈ പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി. അടുത്ത ചിങ്ങത്തിൽ കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കത്തില്ല. എടാ ഇതിപ്പോ നമ്മള് ഈ പെണ്ണ് കാണാനല്ലേ വന്നത്. ഇപ്പൊ നമ്മള് മോതിരം ഒന്നും കരുതിക്കൊണ്ടല്ലോ വന്നത്. അപ്പൊ ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കത്തില്ല. എല്ലാരും ഒന്ന് നിന്നെ മോതിരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാഭാവി നീ അത് കൊണ്ടുവന്നു? പിന്നെ ഞാൻ പൂവാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. പിന്നെ വേറൊരു കാര്യം, ചിങ്ങത്തിൽ കല്യാണം നടക്കുമ്പോ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് ചുരുങ്ങിയത് ഒരു 1000 പേരുകളുണ്ടാവും. നിന്റെയൊക്കെ കുടുംബത്തിൽ ഈ ചുരുങ്ങിയ ആൾക്കാരുള്ളോ? നേരെ നിൽക്കാൻ തറാണിയുള്ള ആരും ഇല്ലേ? അപ്പൊ മോതിരം നടത്തണ്ടായോ? നടത്തണ്ടായോ? പിന്നെ നീ മോതിരം ഇട്ടങ്ങ് വന്നേരെ, ഞാൻ പുറത്ത് കണ്ടാവും. ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ഇപ്പം വന്നേക്കാം. ഇപ്പൊ നടത്തിയേക്കാം. ഈ മോതിരം ഒന്ന് ഇട്ടാ മാത്രം മതി. നടക്കില്ല. തന്നോട് ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഇത് 10 മിനിറ്റത്തേക്കുള്ള ഒരു അറേഞ്ച്മെന്റ് ആണെന്ന്? പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ഇങ്ങനെ ഇപ്പൊ എന്തായാലും സംഭവിച്ചു പോയി. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുമെന്ന്. എന്താ കാര്യം? എന്താ കാര്യം പറയാം. അശ്വതിയുടെ കല്യാണം കഴിഞ്ഞ അശ്വതിക്ക് ഒരു കുട്ടിയുണ്ട് ഇവിടെ. അപ്പം 3 വർഷം മുമ്പാണ് ഈ ഫോട്ടോ മേടിച്ചോണ്ട് പോയത് അശ്വതിയുടെ. അത് കണ്ടിട്ടാണ് നിങ്ങളുടെ 75,000 രൂപ മേടിച്ചത്. അപ്പൊ അത് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അഭിനയമായിരുന്നോ? അഭിനയമായിരുന്നു ഇത്ര നേരം. അന്നേരം ഇത് കള്ളപ്പെണ്ണ് കണക്കായിരുന്നില്ലയോ? ഇയാളെന്നെ പറ്റിക്കുമായിരുന്നില്ലയോ? പറ്റിച്ചതല്ലടാ, പൈസ ഇല്ല, നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാ. ഇപ്പൊ ഇയാൾ എന്റെ കാശ് ഇവിടെ തരണം. ഞാൻ തന്ന 75,000 രൂപ എനിക്ക് ഇപ്പൊ തരണം. ഞാനിത് എവിടെ ചെന്ന് എടുത്തു തരും? ഇപ്പൊ 75,000 രൂപ തരണം, അല്ലെങ്കിൽ എനിക്കിപ്പോ പെണ്ണിനെ ഉണ്ടാക്കി തരണം. ഞാൻ ഇവിടുത്തെ പെണ്ണിനെ പെണ്ണിനെ ഒപ്പിച്ച് തരണം. ഇന്ന് വൈകിട്ട് എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഈ നടക്കത്തില്ലെന്ന് ജോത്സ്യം പറഞ്ഞു കേട്ടില്ലായിരുന്നു? കേട്ടു. അതുകൊണ്ട് എനിക്ക് ഇന്ന് വൈകിട്ട് പെണ്ണിനെ ഒപ്പിച്ച് തരണം, അല്ലെങ്കിൽ എന്റെ 75,000 രൂപ തന്നേക്കണം. അവധി തന്നാ ഞാൻ പൈസ എങ്ങനെയും ഞാൻ തന്നു തീർത്തോളാം. പൈസ അങ്ങനെ തന്നു തീർക്കണ്ട. ഇപ്പം പെണ്ണില്ലയോ കയ്യില്? പെണ്ണില്ല. എനിക്കൊരു കാര്യം ചെയ്യും, ഇയാൾക്കൊരു മോളില്ലയോ? ആ മോളെ എനിക്ക് കിട്ടിച്ചതാ. അത് ഞാൻ വേറെ ആമ്പിള്ളേർക്ക് പറഞ്ഞു വെച്ചേക്കാ. ഇപ്പൊ ഞാനുമാണ്, എനിക്ക് കെട്ടിച്ചെന്നാ മതി. എന്തായാലും എനിക്ക് അല്ലെ പിന്നെ 75,000 രൂപ തിരിച്ചാ. ഇത് വലിയ കഷ്ടമായല്ലോ ഇത്. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാം. അപ്പൊ പ്രശ്നം തീരുന്നില്ല. പിന്നെ എന്റെ 3 ലക്ഷം രൂപ. ഏത് 3 ലക്ഷം രൂപ? 3 ലക്ഷം രൂപ താ. എടാ നിനക്ക് 75,000 രൂപയല്ലേ തരാനുള്ളൂ. അത് തരാനുള്ളത് തന്നില്ല. അതിനല്ലേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തരുന്നത്. പിന്നെ എവിടെ ഈ 3 ലക്ഷം? അപ്പൊ ആ 75,000ന്റെ ഇടപാട് അവിടെ തീർന്നു. പക്ഷെ മോളെ കെട്ടുന്ന വകയിലുള്ള എന്റെ 3 ലക്ഷം രൂപ അതെപ്പോ തരും? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അങ്ങനെ നേരത്തെ തന്നെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബിജുക്കുട്ടന്റെ പാട്ടും ഒപ്പം എന്തൊക്കെയോ പിന്നിലുള്ള കഥയും കേൾക്കാൻ. ബിജുക്കുട്ടന്റെ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അതിനു മുമ്പ് ടിനി ടോമിന്റെ വേറെ എന്തെങ്കിലും
ഒരു ചെറിയ ഐറ്റം കൂടെ. ചെറിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. ഭരത് ഗോപിയുടെ മകനാണ്. അത് വളരെ നാച്ചുറൽ ആക്ടിങ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആക്ടിങ്. അപ്പോൾ അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിനെ ആരും അനുകരിച്ചിട്ടില്ല. ഞാൻ ഒരു ശ്രമമാണ്. അതെ, ഇതുവരെ ആരും മുരളി ഗോപിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ടിനി ടോം. ഇനി സുരാജ് ചെയ്തോളും. തീർച്ചയായിട്ടും. അല്ല, ഇതെങ്ങനെയാണ് അതിന്റെ ആ സ്റ്റൈല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് പോകണം. അപ്പോൾ മുരളി ഗോപി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. സഖാവിന്റെ നയപ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്, പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തതും വാങ്ങിയതുമായ കണക്ക് പുസ്തകം കാണിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്ത പിന്നെ ഞാനും സഖാവും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. പ്രസ്ഥാനത്തിന് തോക്ക് ഉപയോഗിക്കാം, പക്ഷെ തോക്ക് പ്രസ്ഥാനം ഉപയോഗിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മാവോയുടെ വാക്കുകളാണ്. ആദ്യം ഭ്രാന്തന്മാരുടെ വിപ്ലവം ഉണ്ടാകും. അത് കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ചാൽ പിന്നെ വരുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. ഇടതുകാലിന് കുറച്ച് ശേഷിക്കുറവുണ്ട്, പക്ഷെ ഇപ്പോഴും നടക്കുന്നത് അതിലാകുന്നു. ലാൽ സലാം. അല്ലേ, ഇത് 2 ഡയലോഗ് പറയാനാ, ഇതിപ്പോ ഒരു സിനിമ കംപ്ലീറ്റ് പറഞ്ഞല്ലോ. എല്ലായിട്ട് കേട്ടോ. അല്ല, പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഒരു വികാരം വന്നു. അതെ, അതാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾ വികാരം കൊണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും വികാരം കൊണ്ട ഒരു പാട്ടുണ്ട്. അതാണ് ബിജുക്കുട്ടന്റെ പാട്ട്. ബിജുക്കുട്ടന്റെ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റി എന്തോ ഒരു കഥയുണ്ട്. ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, ആദ്യം ഇപ്പൊ പല തവണ ഇദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. സുരാജിനൊക്കെ അറിയാവുന്ന കഥകളാണ്. അപ്പൊ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഇതിന്റെ ആദ്യത്തെ അനുഭവസ്ഥൻ എന്നൊരാൾ ഞാനാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ കേൾക്കുന്നത്. അന്ന് ഞാൻ ഇദ്ദേഹത്തിൽ ഇത്രയും വലിയൊരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ തന്നെ അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ഒരു സുഹൃത്താണ് ഈ CD കൊണ്ടുവന്ന് തന്നത്. അപ്പൊ ഞാനും പാടിയ പാട്ട് ഇറക്കി CD ഇറക്കിയിരിക്കുക. നിസ്സാര കളിയല്ല, നാണിച്ചിരിക്കണില്ലേ. അപ്പോൾ പറവൂര് വെച്ചിട്ടാണ് ഈ സുഹൃത്ത് കൊണ്ടുവന്ന് തരുന്നത്. രാഹുൽ എന്നാണ് പേര്. അവൻ കൊണ്ടുവന്ന് തന്നിട്ട് ഞാനും പക്രുവാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ ഞാനും ഡ്രൈവ് ചെയ്യണം സ്കോർപ്പിയോ. അപ്പോൾ പക്രു അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ CD അങ്ങ് ഇട്ട് പാട്ട് തുടങ്ങി. അപ്പോൾ ആ പാട്ട് എങ്ങനെയായിരുന്നു ഉള്ളത് കേൾപ്പിക്കാം ഞാൻ. അപ്പോൾ ഒന്നിട്ടെ, ഒരു ഏതെങ്കിലും ഒരു പിച്ചിട്ടോ. സ്വാമി എന്നയ്യാ ശരണമെന്നയ്യാ തത്തമസി പൊരുളെ സാരി. ഞാൻ ഈ സ്കോർപ്പിയോ കൊണ്ടുപോയിട്ട് ഇടിക്കോ എന്നുള്ള ചവിട്ടാൻ ഒതുക്കി നിർത്തി. ആ വണ്ടി നിന്നുപോയി അവിടെ. എനിക്ക് നെഞ്ചുവേനെടുത്ത് ചിരിച്ചിട്ട് എനിക്ക് നെഞ്ചുവേനെടുത്തിട്ട് പക്രും മറിഞ്ഞു വീണ്. ഇതിനുശേഷം ഞങ്ങൾ ഒരു കണക്കിന് വണ്ടി എടുത്ത് വീണ്ടും പോയപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ, അതിന്റെ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഇതിന്റെ പോസ്റ്റർ ഇറക്കിയിരിക്കുക. അത് ഇവന് ശബരിമല സീസണാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നു, ഈ കറുപ്പൊക്കെ ഇട്ടിട്ട്. അതിന്റെ മുകളിൽ അയ്യപ്പൻ. എന്നിട്ട് ഈ സൈക്കിൾ മോഷണത്തിലെ പ്രതിനൊക്കെ പിടിച്ച പോലെ. അതെനിക്ക് തോന്നുന്നു ഒരു മണിച്ചേട്ടൻ ആകാനുള്ള ശ്രമം നടത്തിയതായിരിക്കും. അല്ല, ഒരു നേർച്ചയായിരുന്നു. അമ്പലത്തില് പാട്ട് പാടിയേക്കാന്ന് ഒരു അതിന് വേറെ രസമുണ്ടായിരുന്നു. ഇറക്കിയേക്കാന്നാ. പറയരുത് സുരാജ്. ഈ കാസറ്റ് കിട്ടിയത് 5000 രൂപയാണ്. ഇത് കേട്ടതിന് ശേഷം ഇവൻ തന്നെ അവിടുത്തെ ശാന്തിക്ക് കൊണ്ട് 25,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഇറക്കരുതെന്ന്. സ്വന്തം പാട്ട് നിങ്ങൾ തന്നെ കള്ള CD ഇറക്കി. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നും അല്ല, നന്നായിട്ട് പാടും. അതിൽ യാതൊരു സംശയമില്ല. ഇനി അങ്ങനെ പോകാൻ വരട്ടെ. അല്ല, രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. പാട്ട് പഠിച്ചിട്ട് വിടാവും. പാട്ട് പാടാം. സിനിമയിലൊക്കെ പാടാനായിട്ട് എന്നോട് പാടാൻ പറഞ്ഞ ഞാൻ പാടും, ആടാൻ പറഞ്ഞ ഞാൻ ആടും. ഇഷ്ടമുണ്ടെങ്കിൽ കഷ്ടം മതി. അല്ല, ആദ്യത്തെ തൊഴിൽ ഇപ്പൊ എനിക്ക് ആദ്യം പിന്നെ ഈ പശുവിന്റെ പാലൊക്കെ കൊണ്ട് കടയിൽ പോകുന്ന ഒരു തൊഴിലുണ്ടായിരുന്നു കുറച്ച് നാള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ അതിനുശേഷമാണ് മിമിക്രിയിലേക്ക് വന്നത്. ഇനി പറയേ, ആദ്യം എന്തായിരുന്നു മിമിക്രിക്ക് തൊട്ട് മുമ്പ് എന്തായിരുന്നു ജോലി? അല്ല, മിമിക്രിയും ജോലിയും കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോയത്. ഞാൻ മറ്റേ എന്താണ് മാർബിളിന്റെ ഫ്ലോറിംഗ് വർക്കായിരുന്നു. അല്ല, മാർബിളിന്റെ പണിയല്ല. അതല്ലാതെ ചില കല്യാണ വീട്ടിലൊക്കെ നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് ഒരു കുളമൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ നിർത്തി ബ്രേക്ക് ഡാൻസ്, വെൽക്കം ഡാൻസ്. മണവാളിലും മണവാട്ടിയും വരില്ലേ? മണവാളിലും മണവാട്ടി. നമുക്ക് രണ്ടുപേർക്കും മണവാളിലും മണവാട്ടിയും വാ ഒരുമിച്ച്. അപ്പൊ ബിജുവിനെ കാശ് കൊടുത്ത് കൊണ്ടുവരാം. ലുങ്കിയെ കൊടുത്ത് കാശ് കൊടുത്തല്ലേ എന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് നമ്മള് ഒരു എൻജോയ്മെന്റിന് വേണ്ടി മിമിക്രി കളിക്കും, ഡാൻസ് കളിക്കും. അതിന്റെ ട്രൂപ്പ് ഒന്നുമില്ല, ഡാൻസിന്റെ ട്രൂപ്പ്. അല്ല, ഞങ്ങളെ ക്ഷണിച്ചേ. വെൽക്കം ചെയ്യും. മിമിക്രിക്ക് മുമ്പ് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത് ഈ കല്യാണത്തിന്റെ തലേന്നാളൊക്കെ വെൽക്കം ഡാൻസിന് ബിജുക്കുട്ടനെ കൊണ്ടുപോകും. കൈലിയൊക്കെ കൊടുത്തിട്ട് ആ ഡാൻസ് കാണണം. അതാണ് ഉഗ്രൻ. റെഡി?
ഒരു കാര്യം പറയട്ടെ, നമ്മൾ കല്യാണത്തിന്റെ തലേ ദിവസം നമ്മളെ കൂട്ടുകാരന്മാരുടെ പെങ്ങളുടെ നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി മിമിക്രി കാണിക്കും, ഡാൻസ് കളിക്കും. അതുപോലെയാണ്. അല്ലാണ്ട് ലോകത്തെ എവിടെയെങ്കിലും തലേ ദിവസം ബ്രേക്ക് ഡാൻസ് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായില്ല. അല്ല, ഉണ്ടായിരുന്നു. അത് ബിജുക്കുട്ടന്റെ സമിതിയായിരുന്നു. ബിജുക്കുട്ട ഒറ്റയ്ക്ക് നമ്മുടെ കൂട്ടുകാരന്മാരോട്ട് നമ്മ പോവും. പാടാൻ പറഞ്ഞ പാടും, ആടാൻ പറഞ്ഞ ആടും. ഇത് അങ്ങോട്ട് ആട്. റെഡി. അപ്പൊ മുമ്പ് നടന്നുകൊണ്ടിരുന്ന പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമാണ് വെൽക്കം ഡാൻസ്. ഭാര്യ ഭർത്താവ് വരെയാണ്. എങ്ങനെയാണ് അവിടെ നമ്മൾ എന്താണ് മണവാളനും മണവാട്ടിയും കേറി വരുമ്പോ അവരെ ഒന്ന് ആനയിക്കാൻ വേണ്ടി ആ പാട്ടിടോ, മ്യൂസിക് ഇട്. ഇത് തമാശ. ഇവന്റെ പേര് ബിജുക്കുട്ടൻ എന്നായിരുന്നില്ല, ബ്രേക്ക് ബിജു. അല്ല, നല്ലൊരു ബ്രേക്ക് കളിച്ചാണ്. ഒന്ന് ഇത് ബ്രേക്ക് ബ്രേക്ക്. പറ്റൂല. എന്റെ അമ്മേ, ഉഗ്രനായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ചിരിച്ചു. പക്ഷെ വേറെന്താ, ഇപ്പൊ നമുക്കെന്താണ് ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട്. ആ നേരത്തെ നമുക്ക് കല്യാണം കളിച്ചേണ്ടി വരില്ലേ? ഓക്കെ. ബിജുക്കുട്ടൻ സിനിമയിലൊന്നും പാടിയിട്ടില്ല, പക്ഷെ സ്റ്റേജിൽ അതിമനോഹരമായിട്ട് പാടും. അതുകൊണ്ട് തന്നെ നമുക്കായിട്ട് ബിജുക്കുട്ടന്റെ ഒരു അടിപൊളി സോങ്. அடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுகுதடி. அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. கண்ணாடி மூக்கூத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. முத்தோடு முத்தம் தருவோ. அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. ദൈവാന സക്കരക്ക് വള്ളി കുറത്തി നമ്മ കഥയിൽ
രാസാത്തി കല്യാണ വൈഭോഗമേ. അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അപ്പക്കാലത്തെ നീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല. ഞാൻ നിക്കാഹ് കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി. കാലത്തെ നീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലേ. Thank you. അറിഞ്ഞില്ല ഇത്രയും കഴിവ് നിനക്കുണ്ടെന്ന്. ഇത്രയും വലിയ റേഞ്ച് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ ഷോ ഫുള്ള് സ്കോർ ചെയ്തോട്ടോ, നന്നായിരുന്നു. വിട്ടുകൊടുത്തിരിക്കുന്നു. താങ്ക് യു. ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. പിന്നെ ഒരു ഗായകനല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തമാശ പറഞ്ഞാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇത്രയും നല്ലൊരു ഗായകനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ഇനി സിനിമയിൽ പാടാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കട്ടെ. പാടൂ. സിനിമ പാടാനുള്ള അവസരം വേണ്ട, സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം മതി. ഓക്കെ, തീർച്ചയായിട്ടും സിനിമയിൽ ഇനി കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ ബിജു ചേട്ടന് ലഭിക്കട്ടെ. നമ്മളെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ബിജു ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, താങ്ക് യു. ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എന്നാലും ഒരു ചാൻസ് തരരുത്, പ്രാർത്ഥന മാത്രമല്ലേ. ചാൻസ് തന്നിരിക്കും. ഓക്കെ, അപ്പൊ ബിജുചേട്ടാ, എന്തായാലും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് എത്തിയത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇതൊരു സ്ഥിരം ചോദ്യം. അല്ല, എല്ലാവരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് വലിയ ഷോ ആണ് അതാണെന്നൊക്കെ. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്ന ഒരു ഷോ ആണ് നമ്മുടെ സുരാജിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോൾ അതിൽ വരാനും നിങ്ങളെ കാണാനും ഇവിടെ നമുക്ക് ഒരുമിച്ച് ഒരു സ്കിറ്റൊക്കെ ചെയ്യാൻ സാധിച്ചില്ല. വളരെ സന്തോഷം. നമ്മളും ഇതിനകത്തൊരു ഷോ ചെയ്യാൻ പോകുന്നുണ്ട് കോട്ടൻ നസീറിൻ്റെ കൂടെ. അതിനകത്തും ഞാനുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം. അല്ല, നമ്മൾ എല്ലായിടത്തും ഓടി നടന്ന് ഏതിലും കയറി ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ഈ കാര്യത്തിൽ സെലക്റ്റീവാണ്. കാരണം സിനിമ അങ്ങനെ ഞാൻ നോക്കാറില്ല. ടി വിയിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അത്രയും റേഞ്ചുള്ളൊരു പ്രോഗ്രാമിൽ പോകുന്നതിനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ആ റേഞ്ചിലുള്ളൊരു പരിപാടിയാണത്. അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നതും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതും. തീർച്ചയായിട്ടും എല്ലാവരും ഇതേ രീതിയിൽ എന്നോട് പ്രതികരിക്കുന്നുമുണ്ട് ഈ ഷോയിനെ കുറിച്ച്. അതിനും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടിനി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിൽ നമുക്ക് വളരെ പ്രഗത്ഭരായ 2 കലാകാരന്മാരെ ഇവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കമൻസും ഒരുപാട് വാല്യുബിൾ ആണ്. പ്രത്യേകിച്ച് അവർ ഈ ഒരു പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ കമൻസ് നമുക്ക് ഒരുപാട് വാല്യുബിൾ ആണ്. സോ രണ്ടുപേർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇതോടുകൂടി ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് മാത്രം അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ ചിരി കാഴ്ചകൾക്കായി കാത്തിരിക്കുക. സന്തോഷകരമായ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.